ഓണക്കാലത്തിന് പറ്റിയ മറ്റൊരു വിഭവമാണ് ഇന്നുണ്ടാക്കുന്നത്. ഇത് നമ്മുടെ നാടൻ ഇലയുടെ തന്നെ കേരളത്തിൻ്റെ തനതായ ഒരു മധുരപലഹാരം. വാഴയിലയിൽ ശർക്കരയും തേങ്ങയൊക്കെ ഉള്ളിൽ വെച്ചുണ്ടാക്കുന്ന അതേ ഇലയുടെ തന്നെ. ഇതിൻ്റെ ഔട്ടർ കവറിങ് മാക്സിമം സോഫ്റ്റായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ 1 ഗ്ലാസ് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശർക്കര ഒന്ന് ഉരുകട്ടെ. ശർക്കര ഉരുകുമ്പോൾ തീ ഓഫ് ചെയ്തിടാം. അല്പം തണുത്ത ശേഷം അരിച്ചെടുക്കണം. പിന്നെ വേണ്ടത് അരിപ്പൊടിയും തേങ്ങ ചിരവിയതുമാണ്. ഞാൻ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര അളന്ന അതേ ഗ്ലാസ് തന്നെ ഇതിന് ഉപയോഗിക്കുക. ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. തേങ്ങ ചിരവിയത് 2 ഗ്ലാസോളം ഉണ്ട്. ഇതൊരു ഫുൾ തേങ്ങയാണ്. ഇനി നമുക്ക് അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്ലാസ്സായാലും കപ്പായാലും ഒരേ അളവ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഔട്ടർ കവറിങ്ങിന് ഉപ്പ് വേണമല്ലോ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. അപ്പോഴേ മാവ് നല്ല സോഫ്റ്റ് ആവും. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ തീ ഒന്ന് കുറച്ചിട്ട് അരിപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അരിപ്പൊടി കംപ്ലീറ്റ് ആയിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് വരണം. ഒരു ഹാഫ് കുക്കിംഗ് ഇവിടെ നടന്നു കഴിയും. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒന്ന് ചൂടാറാനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ചൂടാറിയ ശേഷം ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി നല്ലപോലെ കുഴയ്ക്കണം. ഒരു 5 മിനിറ്റെങ്കിലും നല്ലോണം കുഴച്ച് മാവ് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. മാവ് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് വലുപ്പത്തിൽ ബോൾസ് ആയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അട ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. ഉരുട്ടി അത്ര ഷേപ്പൊന്നും ആക്കണ്ട. നമ്മളിത് ജസ്റ്റ് ഒന്ന് പകുത്ത് വെക്കുന്നതേ ഉള്ളൂ. ഈ 1 ഗ്ലാസ് അരിപ്പൊടി കൊണ്ട് എനിക്ക് 9 പോർഷനാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 9 അട നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. വളരെ തിന്നായിട്ടാണ് നമ്മൾ അടയുടെ കവറിങ് ഉദ്ദേശിക്കുന്നത്. ഇനി വാഴയില എടുക്കുക. ഈ വാഴയില ഞാനൊന്ന് വാട്ടിയെടുത്തതാണ്. ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് ഇത് നല്ലപോലെ ഒന്ന് പരത്തണം. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് പരത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്താൻ പറ്റും. ചൂട് വല്ലാതെ ആറുന്നതിന് മുമ്പ് പരത്താൻ ശ്രദ്ധിക്കുക. മാക്സിമം തിന്നായിട്ട് പരത്തുക. അതാണ് അടയ്ക്ക് കൂടുതൽ സ്വാദ്. ഇങ്ങനെ മാക്സിമം പരത്തിയ ശേഷം നമ്മളിതിൽ ഫില്ലിംഗ് വയ്ക്കും. ഫില്ലിംഗ് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വല്ലാതെ അറ്റം വരെ സ്പ്രെഡ് ചെയ്യണ്ട. കാരണം നമ്മൾ ഇല മടക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇല മടക്കാം. എന്നിട്ട് ആ സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ സൈഡ് ഓപ്പണായി പോയി ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ ഇലയും റെഡിയാക്കാം.
സത്യത്തിൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന എനിക്ക് ഇലയട ഉണ്ടാക്കാൻ എപ്പോഴും ഒന്നും സാധിക്കാറില്ല. അപ്പോൾ വാഴയില കിട്ടുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കാമല്ലോ. എന്തോ വാഴയില പൈസ കൊടുത്ത് വാങ്ങാൻ മനസ്സ് വരുന്നില്ല. എല്ലാ ഇലയുടെയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീമറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വയ്ക്കുക. അത് തിളയ്ക്കുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്ന പലഹാരമാണ്. അപ്പോൾ നമ്മുടെ ഇലയുടെ ഇവിടെ റെഡിയായിട്ടുണ്ട്. സ്വാദിഷ്ടമായി പലഹാരം. ഞാനിവിടെ ഈവനിങ് സ്നാക്സ് എന്ന് മാത്രമല്ല, ഈവൻ ബ്രേക്ക്ഫാസ്റ്റിന് പോലും ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളും അതുപോലെ ഈ പലഹാരം ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.